ആദ്യം മുതൽ ഉണ്ടായതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും. ആരെക്കുറിച്ചാണ് ഇവർ പറയണത്? യോഹന്നാനെ പറയണത് ഈശോനെക്കുറിച്ച് പറയണതാ. ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അപ്പോൾ ഈശോൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഈ ആദ്യം മുതലുണ്ടായിരുന്ന വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ കൂടെ വസിച്ച കാലത്ത് ആ ദൈവത്തിന് നെഞ്ചത്ത് കിടന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, കണ്ടതല്ല സൂക്ഷിച്ച് വീക്ഷിച്ചത് കൂടിയാണ്, കൈകൊണ്ട് സ്പർശിച്ചതാണ്. അപ്പോൾ ഈ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം എക്കാലവും ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വശംവദമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് വശംവദമാണ്. ആ യേശുക്രിസ്തു തന്നെയാണ് ചരിത്രത്തിലൂടെ നമ്മുടെ കൂടെ സമാന്തരമായിട്ട് നീളുന്നത്. അതിപ്പോൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഉണ്ടായിരുന്ന യേശു അനുഭവം തന്നെയാണ് ചരിത്രത്തിലൂടെ നമുക്ക് ചരിത്രത്തിന് സമാന്തരമായിട്ട് നമ്മുടെ കൂടെ അങ്ങ് ജീവിച്ചു പോണത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എക്കാലത്തും, അതുകൊണ്ട് യേശുക്രിസ്തു ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അതായത് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിൽ നിന്ന് കാര്യത്തിലൂടെ അങ്ങ് ഭാവിയിലേക്ക് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പം ജീവൻ്റെ വചനം എങ്ങനെയാണ്? ജീവൻ്റെ വചനം യോഹന്നാന് വചനം നിൽക്കുന്നില്ല. ജീവൻ്റെ വചനം യേശുക്രിസ്തു ഇന്നലെയും പറഞ്ഞേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അടുത്ത വചനം എന്താണ്? എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നും ഇന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും യേശുവിനെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലാണ് ദൈവം രക്ഷാകരമായ സംഭവങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴേ ഇതിൻ്റെ മെക്കാനിസം പറയണത്. എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത്? അവർ അറിവിൻ്റെ തലത്തിൽ നിർത്താതെ എല്ലാത്തിനും ഇങ്ങനെ അപ്ലൈഡ് പറയും. അപ്ലൈഡ് തിയോളജി, അപ്ലൈഡ് അനുഭവ ദൈവശാസ്ത്രം പറയും. എന്താണ് എക്സ്പീരിയൻഷ്യൽ തിയോളജി പറയും. എന്താണ്, എങ്ങനെയാണ്, എന്ത് ചെയ്താൽ ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഇന്ന് ഉള്ളതും നാളെ ഉണ്ടാകുന്നതുമായ ഈ ദൈവാനുഭവത്തെ എങ്ങനെ നമുക്ക് അവകാശമാക്കാൻ പറ്റും? അതിൻ്റെ റോൾ ഓഫ് ദി കവനൻറ്റ്, അതിന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയുടെ റോൾ എന്താണ്? അതാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല ഒരു പ്രാർത്ഥന സബ്ജക്റ്റിനേക്കാൾ ഉപരി ഈ ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളത്തെ മനുഷ്യന് അനുഭവിക്കുക. ഇപ്പം നമ്മുടെ കാലം കഴിയുമ്പോൾ വേറെ ഒരു തലമുറയുടെ വരത്തില്ലേ, അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വ്യക്തികളും കൈവരിക്കേണ്ട ചില അനുഭവ തലങ്ങളുണ്ട്. എങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ പറ്റും? അതാണ് പലപ്പോഴും റോൾ ഓഫ് ദി കവനൻ്റായിട്ട് വരണത്. കവനൻ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഞാനെപ്പോഴും നിങ്ങൾ പറയും, ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താ പറയുക, ചെയ്യുന്ന പ്രവൃത്തിയാണ്.